വയനാട്ടിലെ സംഭവം, ഇതിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുക. ഇത് എഫക്റ്റീവായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവിടെ നടക്കേണ്ടത് റീഹാബിലിറ്റേഷനാണ്, അവിടെ നടക്കേണ്ടത് അവർക്കൊരു താങ്ങാണ്. ഒരാളൊരു വേഷം കെട്ടി അല്ലെങ്കിൽ ഒരാളൊരു അങ്ങനെയൊന്നും അല്ല അതിനെ കാണേണ്ടത്. മിലിറ്ററി ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ലാൽ സാറ് ലഫ്റ്റനന്റ് കേണൽ, നമ്മളെടുത്തിട്ടുള്ള വലിയൊരു ശതമാനം, വലിയൊരു ബഹുഭൂരിപക്ഷം എടുത്തിട്ടുള്ള നിലപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണേ. കൊറോണയും കോവിഡും നമ്മളൊക്കെ തീർന്നു പോകുന്ന വിചാരിച്ചല്ലേ. അക്ഷയ് കുമാറിനെ പോലെയും ജോൺ അബ്രഹാമിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പ്രിയൻ സാർ ആക്ഷൻ അതിങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രിയൻ സാറിൻ്റെ ബോഡി ലാംഗ്വേജ് ചെറുതായിട്ടൊന്ന് ചെരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ലോക സിനിമയിലേക്ക് ഇന്ത്യൻ സിനിമയുടെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനായിരിക്കും കത്തണ. കരമന സാറും മമ്മൂക്കയും ഒക്കെ ഉള്ള സിനിമ, അവരെ നമ്മൾ ഇത് മറ്റ് സിനിമകളിൽ കാണുമ്പോൾ ഇതുപോലൊന്നും അല്ല. അവർ ഏതോ ഒരു തിരക്കഥാകൃത്ത് ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കഥാപാത്രം ശ്രീകാന്ത് മുരളി ചെയ്താൽ നന്നാവും എന്ന് പറയുന്നൊരവസ്ഥയുണ്ട്. അത് ഭയങ്കര, അതാണ് ശരിക്കും ബ്ലെസ്സിങ്. കേൾക്കാം, നമുക്ക് ചെറുതൊന്ന് ചിരിക്കാം. നമുക്ക് ശ്രീബുദ്ധനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ചിരിച്ചാൽ. വെൽക്കം ടു വിർച്വൽ മീഡിയ എന്റർടൈൻമെന്റ്സ്. തൻ്റെ 16ാമത്തെ വയസ്സിൽ സിനിമ എന്ന സ്വപ്നത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു പയ്യൻ കുറേ വർഷങ്ങൾക്കിപ്പുറത്ത് ക്യാമറയ്ക്ക് മുൻപിലും പിൻപിലുമായി നിരവധി നോട്ടബിൾ ആയിട്ടുള്ള പ്രോജക്ട്സ്. ലെറ്റ്സ് വെൽക്കം ദ വെരി ടാലന്റഡ് ആക്ടർ ഡയറക്ടർ മിസ്റ്റർ ശ്രീകാന്ത് മുരളി. നമസ്കാരം സർ. താങ്ക് യു. തുടക്കം തന്നെ ഞാൻ ആ ഒരു ഇനീഷ്യൽ പുഷിലേക്കാണ് വരുന്നത്. ആ ഒരു ട്രിഗർ ഉണ്ടാവുമല്ലോ, 16 വയസ്സെന്ന് പറയും. നമുക്ക് വേണമെങ്കിൽ പറയാം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ ഒരുപാട് ആളുകളെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പോൾ KG ജോസ് സാറിൻ്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നത് അസിസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ സിനിമ എന്ന് പറഞ്ഞൊരു സ്വപ്നമാണ്, ഞാനൊരു ആർട്ടിസ്റ്റ് ആണ്, ഞാനൊരു ക്രിയേറ്റർ ആണ് എന്നുള്ള ഒരു ഇനീഷ്യൽ പുഷ് ഉണ്ടല്ലോ, ആ ഒരു ട്രിഗർ എവിടെ നിന്നാണ് വരുന്നത് ശരിക്കും? ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ 16 വയസ്സുള്ള കുട്ടികൾക്കുള്ള എക്സ്പോഷർ ഇല്ല. അപ്പൊ അന്ന് പക്ഷെ സിനിമ എന്നോ ഉള്ള ചിന്തയൊന്നുമില്ല. നമ്മൾ പലതും കാണുന്നു. തിയേറ്റർ അല്ലാതെ വേറെ സിനിമയ്ക്ക് വേറെ മാർഗങ്ങളില്ല. പിന്നീട് 87-ലൊക്കെയാണ് ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ ആയപ്പോഴാണ് ഒരു TV ചാനലൊക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തിയേറ്ററാണ് ഒരേ ആശ്രയം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നീട് ഈ ഓരോ സിനിമ കാണുമ്പോഴും ഞാൻ മുൻപും പലയിടത്തും പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു സിനിമ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യമാണ്. ഓണത്തിനോ വിഷുവിനോ ഒക്കെ കാരണവന്മാർ പറയുമ്പോഴാണ് സിനിമ കാണാൻ പോവുക. അപ്പോൾ ഒരു സിനിമ കണ്ടിട്ട് അടുത്ത സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു 3 മാസത്തെ ഗ്യാപ്പൊക്കെ കാണും. അപ്പോൾ ഈ ഒരു സിനിമയേ ഉള്ളൂ, പിന്നെ ഇനി 3 മാസത്തേക്ക് നമുക്ക് ചിന്തിക്കാൻ. അപ്പോൾ ഓരോ സിനിമയും നമ്മുടെ മനസ്സിൽ അതുപോലെ പതിയും. അതിനെക്കുറിച്ചൊക്കെ കൂട്ടുകാരോട് സംസാരിക്കും. സിനിമ കാണാത്തവരെടുത്ത് പോയി നമ്മൾ ഈ സിനിമയുടെ കഥ പറയും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊക്കെ ഇടും. അപ്പോൾ ഇവിടേക്കാണ് നമുക്ക് എവിടെയോ തോന്നുന്നത് ഇത് കൊള്ളാലോ ഈ പരിപാടിയും തോന്നണം. അപ്പോൾ സിനിമയിൽ തന്നെയാണോ പ്രവർത്തിക്കേണ്ടതെന്ന് അറിയില്ല. പിന്നെയുള്ളത് ആഗ്രഹമാണല്ലോ. അപ്പോൾ അതിനുള്ള സ്പേസ് ഫാമിലി, അച്ഛനും അമ്മയൊക്കെ ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് ഒരു കൃത്യമായിട്ടൊന്നും പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. അതിന് സമയമൊന്നും കിട്ടിയിട്ടില്ല. വലിയ ഫാമിലിയിലെ മറ്റ് തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ കാര്യമൊന്നും നോക്കാൻ, പിന്നെ വിശ്വസിക്കാനേ പറ്റുള്ളൂ അവർക്ക്. ഇവൻ സ്കൂളിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ഇവൻ കോളേജിലേക്കാണ് പോകുന്നത് വിശ്വാസം മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തത്. അങ്ങനെയാണ് 16 വയസ്സിൽ ജോർജ് സാറിന് എഴുത്തയക്കാൻ ധൈര്യം ഉണ്ടായതും സാർ എനിക്ക് മറുപടി അയച്ചതും. അന്നത്തെ കാലത്തൊക്കെ ഒരു എഴുത്ത് ഒരാഴ്ച കഴിയണം ഒരു എഴുത്തിന് മറുപടിയൊക്കെ വരാൻ. അപ്പോൾ ആ എഴുത്തുകളൊക്കെ ഭയങ്കര ഒരെഴുത്ത് എഴുതിയ, ഇന്നിപ്പോൾ നമുക്ക് ഒരു മിനിറ്റിൽ നമ്മൾ 4-5 മെസ്സേജുകൾ അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പ്രത്യേകം പറഞ്ഞത്. അപ്പം ഒരു എഴുത്തെഴുതി അതിനൊരു മറുപടി കിട്ടുന്നത് വരെ എത്രമാത്രം ആഗ്രഹിച്ചാണ് നമ്മളിരിക്കുക. അപ്പോൾ അങ്ങനെ ജോർജ് സാറിൻ്റെ മറുപടി വന്നു. അങ്ങനെ പ്രത്യേക സാഹചര്യത്തിലാണ് ഞാൻ സാർ ഇപ്പം സുവർണ പറഞ്ഞതുപോലെ എന്നോട് സാറും ചോദിക്കുന്നത് എന്തോ വാട്ട് ഈസ് യുവർ ബേസിക് ഇൻറ്റൻഷൻ എന്നാണ് സാർ ചോദിച്ചത്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ ഇൻറ്റൻഷൻ എന്താണെന്ന് ചോദിക്കണം. അപ്പോൾ സാർ എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണം. കാരണം സാറിൻ്റെ സ്വപ്നാടനം മുതലുള്ള സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അന്ന് ഫിലിം സൊസൈറ്റീസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അച്ഛൻ സിനിമ കാണാൻ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ പിന്നെ പഞ്ചവടി പാലം കണ്ടു. അപ്പോൾ സ്വപ്നാടനത്തെക്കാളും വളരെ ഡിഫറെൻ്റ് ആണ് പഞ്ചവടി പാലം. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണുന്ന സിനിമ ഇരകളും ലേഖയുടെ മരണം ഒരു ഫ്ലാഷ് ബാക്കും ആദാമിൻ്റെ വാരിയുടെ അങ്ങനത്തെ സിനിമകൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെ വ്യത്യസ്തങ്ങളാണ്. അപ്പോൾ അന്ന് മറ്റ് സിനിമകൾ കാണുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായി പല ജനറുകളിൽ സിനിമ ചെയ്യുന്ന ഒരാൾ. ഇതൊക്കെ ഇപ്പം മനസ്സിലാവുന്നതാണോ? അന്ന് നമുക്ക് ഈ വ്യത്യാസം മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ മമ്മൂട്ടിയൊക്കെ കരമന സാറും മമ്മൂക്കയും ഒക്കെ ഉള്ള സിനിമ, അവരെ നമ്മൾ ഇത് മറ്റ് സിനിമകളിൽ കാണുമ്പോൾ ഇതുപോലൊന്നും അല്ല. അവർ മേള എന്ന സിനിമ കാണുന്നു. 82-83 ആ സിനിമ കാണുന്നത്. ഞാൻ വർഷങ്ങൾ പോലും ഏറെക്കുറെ എനിക്ക് പറയാൻ പറ്റും, കാരണം അത്ര ആഗ്രഹിച്ചിട്ടാണ് ആ സിനിമകൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് സാർ എനിക്ക് സാറിനോട് വർക്ക് ചെയ്യണം എന്നാണ് ആഗ്രഹം. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തതാണ് അന്ന്. അപ്പോൾ അതിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആവണം എന്നൊക്കെ പറയാനുള്ള ധൈര്യമൊന്നും നമുക്കില്ല. അപ്പോൾ എനിക്ക് സാറിനോട് നിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ സാർ പറഞ്ഞു അതൊരു ബസ് യാത്രയാണ്.
പാറപ്പുറത്തിൻ്റെ ഒരു കഥയുണ്ട്. ആ കഥയെ ആസ്പദമാക്കി എഴുതപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ ആദ്യമായി ദൂരദർശൻ്റെ പ്രൊഡക്ഷനിൽ നടന്നതാണത്. ഒരു യാത്രയുടെ അന്ത്യം എന്നാണ് ആ സിനിമയുടെ പേര്. ഒരു ട്രാവലാണ്. തിരുവല്ലയിൽ നിന്ന് ഒരു ബസ്സിൽ കുറേ പേര് കയറുമ്പോൾ അതിൽ കയറുന്ന നായകൻ മുരളിയുടെ ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ മരിച്ചുപോയ സുഹൃത്തിനെ കുറിച്ച് ഓർത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകാനായിട്ടുള്ള ട്രാവലാണ്. ആ ട്രാവലിൽ അദ്ദേഹം കണ്ടുമുട്ടുന്ന ഈ ബസ്സിൽ കയറുന്ന വേറൊരു കല്യാണ പാർട്ടി, ആ കല്യാണ പാർട്ടിയുടെ ഒപ്പം പോവുകയാണ്. അപ്പോൾ കല്യാണ പാർട്ടിയിലെ കല്യാണം കഴിക്കാൻ പോകുന്ന അന്നത്തെ കാലത്ത് അങ്ങനെ ഈ ട്രാൻസ്പോർട്ട് ബസ്സുകളിൽ എക്സ്പ്രസ് അല്ലെങ്കിൽ ഫാസ്റ്റ് പാസഞ്ചറിലൊക്കെ 35-40 സീറ്റുകളൊക്കെ ഒരു മാസം ബുക്ക് ചെയ്തിട്ട് അങ്ങനെ പോകാവുന്ന സാഹചര്യമുണ്ടല്ലോ അന്നത്തെ കാലത്ത് ആൾക്കാർക്ക് അറിയാതെ. അപ്പോൾ അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോകുന്നൊരു ഫാമിലി, വലിയൊരു ഫാമിലിയുടെ അംഗമായിട്ടാണ് കരമന സാറിൻ്റെ മകനായിട്ടാണ് ഞാൻ ഉള്ളത്. അതൊക്കെ പിന്നീട് അറിയുന്നത്. അപ്പോൾ താനും കൂടെ ഒന്നോടും എന്ന് പറഞ്ഞു സാർ. അങ്ങനെ പറഞ്ഞു. വേണുചേട്ടനായിരുന്നു ക്യാമറ. അപ്പം ആ സമയത്ത് പ്രൊഡക്ഷൻ്റെ കൂടെയും വണ്ടികൾ സ്ഥലമില്ലാത്തടത്ത് വണ്ടി പാർക്കിംഗ് സ്ഥലത്ത് അവിടെ പോയി നിൽക്കുകയും ലൈറ്റ് യൂണിറ്റുകാർ പെട്ടെന്ന് തിരക്ക് കൂട്ടുമ്പം ഈ ട്രാക്ക് ഇടുന്നതിൻ്റെ തടി കഷ്ണങ്ങളൊക്കെ പറക്കി വെക്കാൻ കൂടുകയും ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് എന്തൊക്കെ പറക്കി കൂട്ടണോ അതിൻ്റെ കൂടെ നിൽക്കുകയും അങ്ങനെ പല ജോലികൾ ഞാൻ അതിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലെയർ കട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ല. പക്ഷേ ഗ്ലെയർ കട്ട് ചെയ്യുന്ന അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടുള്ള നമ്മുടെ അസിസ്റ്റന്റ് ക്യാമറാമാൻ ആയിട്ടുള്ള അസോസിയേറ്റ് ക്യാമറ ആയിട്ടുള്ള ബാബു സൈമണ് ഈ കട്ടർ ബോർഡ് എടുത്ത് കൈ പിടിച്ചുകൊണ്ട് നിൽക്കാം, അല്ലെങ്കിൽ തെർമോകോള് ബൗൺസ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഓരോ പരിപാടിയിലും ഞാൻ ഇൻവോൾവ് ആയിരുന്നു. അത് എൻ്റെ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ എനിക്ക് പറയാനായിരുന്നു അത് ഞാൻ ഇതൊക്കെ ചെയ്തു എന്ന് പറയാനല്ലോ കൂട്ടുകാരോട്. അപ്പം എന്നോട് ഇത് മാത്രം പറഞ്ഞാൽ മതിയോ, നീ സിനിമ എന്ന് പറഞ്ഞിട്ടല്ലേ പോകുന്നത്, നീ ടോപ്പ് ആംഗിളിലാണ് ക്യാമറ വെച്ചിട്ടുള്ളത്, വൈഡ് ആംഗിൾ ലെൻസാണ്, നീ മുകളിലേക്കൊക്കെ നോക്കി കരഞ്ഞാലേ നിന്നെ കാണുള്ളൂ. അപ്പോൾ കരമനയുടെ കഥാപാത്രം മരിക്കുമ്പോൾ കരയുന്ന മക്കൾ ഉണ്ട്, ഇന്ത്യൻ സെക്യൂരിറ്റിയിലേക്ക് ഓടി വന്ന് കരയുന്ന മക്കൾ. അപ്പോൾ ആ സിനിമ എപ്പോഴെങ്കിലും യൂട്യൂബിൽ കണ്ടാൽ അറിയാം. അതിലേക്ക് ഓടി വന്ന് ഏറ്റവും ആദ്യം ചങ്കത്തും തലയിലൊക്കെ അടിച്ച് മുകളിലേക്ക് നോക്കി കരയുന്ന ഒരു ചെക്കനുണ്ട്. എന്നോട് വേണിച്ചേട്ടൻ പറഞ്ഞിട്ടാണ് മുകളിലേക്ക് നോക്കിയത്. അപ്പോൾ അതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ്. ആ സിനിമ കാണുമ്പോൾ ഇനി കാണുമ്പോൾ ഒരു പക്ഷേ കൊമ്പൻ മുടിയുള്ള ഒരാളുണ്ട് അതിൽ. അപ്പം അത് ശരിക്കും ഈ പ്രൊഡക്ഷൻ്റെ ഒരു പ്രത്യേകത, സിനിമയുടെ പ്രത്യേകത എല്ലാവരും പറയും ഒരിക്കൽ പ്രൊഡക്ഷൻ ചാപ്പാട് കഴിച്ചാൽ നമ്മളെങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ട് എത്തും. അത് തന്നെയാണ് എൻ്റെ കേസിന് സംഭവിച്ചത്. ഇത് ഒരു തുടക്കം. ഇപ്പം നമ്മളെപ്പോഴും പറയും സിനിമയെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതൊരു കോമ്പോസിറ്റ് ആർട്ട് ഫോമാണ്. ഇപ്പോൾ പെർഫോമിംഗ് ആർട്സ് ഉണ്ട്, ടെക്നിക്സ് ഉണ്ട്, ലിറ്ററേച്ചർ ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ എല്ലാത്തിലും നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാത്തിൽ നിന്നും എടുത്തിട്ടുള്ള അതിലേക്ക് കൊടുത്തിട്ടുള്ള ഒരാളാണ് മുന്നിലിരിക്കുന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് എങ്ങനെയാണ് അതിനെ ഡിഫൈൻ ചെയ്യുക? ഒരു ചെറിയൊരു വാക്യങ്ങളിൽ എങ്ങനെ പറയും സിനിമ എന്ന് ചോദിച്ചാൽ? ഈ പുതിയ കാലത്ത് എന്ന് പറയുമ്പോൾ എപ്പോഴും പുതിയതാണ്. പുഴ പോലെയാണ് സിനിമ എന്ന് ഞാൻ പറയും. പുഴ എപ്പോഴും പുതിയതാണ്, പുഴ എപ്പോഴും ഒഴുകിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ. കാരണം കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന സംഭവത്തിൽ ഏറ്റവും മനുഷ്യൻ എല്ലാ കാര്യങ്ങളും കഥയായിട്ട് കേൾക്കാനാണ് ഇഷ്ടം. ഒരു കെമിക്കൽ റിയാക്ഷൻ പോലും ഒരു ആരോമാറ്റിക് കെമിസ്ട്രിയിൽ ബാബു നമ്പൂരി സാറാണ് ഞങ്ങളുടെ പ്രൊഫസർ. അദ്ദേഹം ബെൻസീൻ റിങ്ങിനെ പറ്റി പറയുമ്പോൾ ഷേക്സ്പീരിയൻ ഡ്രാമ പറയും പോലെയാണ്. അപ്പോൾ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ എല്ലാ കാലത്തും ഏറ്റവും കൂടുതൽ മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുക. സിനിമ ആരെയും സ്വാധീനിക്കില്ല എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. സിനിമ സ്വാധീനിക്കും. നമ്മളുടെ മുടി, നമ്മളുടെ നടപ്പ്, നമ്മളുടെ സംസാരം, ചില സിറ്റുവേഷൻസിലെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഭാഷ, നമ്മളുടെ വസ്ത്രധാരണ രീതി, ഒരു തിരിഞ്ഞു നോട്ടം പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് സിനിമ. അത് ഒത്തിരി മാസ്റ്റേഴ്സ് പറയാറുണ്ട് സിനിമ ആരെയും സ്വാധീനിക്കുന്നില്ല എന്ന്. വലിയ കള്ളമാണത്. സിനിമ സ്വാധീനിക്കുന്ന പോലെ വേറെ ഒന്നും നമ്മളെ സ്വാധീനിക്കുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പം സാറിൻ്റെ ഫിലിമോഗ്രഫി തന്നെ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിലും ഡോക്ടറായിട്ടാണെങ്കിലും ഒരു പാതിരിയായിട്ടാണെങ്കിലും ഒരു നമ്പൂരിച്ചനായിട്ട് ഒരു പോലീസുകാരനായിട്ട് ഇപ്പം ഈ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് പലരെയാണ് കാണാൻ പറ്റുക. ശരിക്കും ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു ഭാഗ്യം എന്ന് പറയുന്നത് പലരായിട്ട് മാറാനുള്ള ഒരു കഴിവാണെന്ന് ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഭാഗ്യത്തെ? ഈ ബ്ലെസ്ഡ് എന്ന് പറയുന്ന ഒരു പ്രയോഗമാണ്. അതിതെല്ലാം കണ്ടതിന് ശേഷം ആൾക്കാർ പറയുന്നതാണ്. ശരിക്കും എനിക്ക് മനസ്സിലായത്, ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ നന്നായി അഭിനയിക്കുന്നു എന്ന് പറയുന്നവരായിക്കോട്ടെ, അഭിനേതാക്കളെല്ലാവരും അവലംബിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനം ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾക്ക് നടന്മാർക്ക് അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, ക്രിയേറ്റീവ് മേഖലയിൽ എല്ലാവർക്കും ആ ഭാഗ്യമുണ്ട്. അതിൽ പെർഫോം ചെയ്യുന്നവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രിവിലേജ് നേരത്തെ സുവർണ പറഞ്ഞതുപോലെ പലതാവാം. അപ്പോൾ ഇതിന് വേണ്ടത് ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ ഇത് നമുക്ക് ഉതകുന്നു എന്ന് ഒരു തിരക്കഥാകൃത്ത് തീരുമാനിക്കുക. എവിടെയോ ഇരുന്ന്
ഏതോ ഒരു തിരക്കഥാകൃത്ത് ഇപ്പോഴും നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഈ കഥാപാത്രം ശ്രീകാന്ത് മുരളി ചെയ്താൽ നന്നാവും എന്ന് പറയുന്നൊരവസ്ഥയാണ്. അത് ഭയങ്കര, അതാണ് ശരിക്കും ബ്ലെസ്സിങ്. കിളിച്ചുണ്ട മാമ്പഴത്തിന്റെ സെറ്റിലെ ഓർമ്മകളൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് ലാലേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് ചോദിച്ചാൽ എങ്ങനെ പറയും? എന്താ പറയുക, എല്ലാവരുടെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന റീലുകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ആൾക്കാർ കാണാൻ ആഗ്രഹിക്കുന്നതാണ് ലാൽ സാറിനെ കുറിച്ച് ആരെങ്കിലും പറയുന്നത്. അതിന് കൃത്യമായ കാരണമുണ്ടല്ലോ. നമ്മൾ അവരുടെയൊക്കെ എക്സ്പീരിയൻസ്, മമ്മൂക്കയുടെ ആയാലും ലാൽ സാറിൻ്റെ ആയാലും ഒക്കെ എത്രയോ നാളത്തെ അവരുടെ ഒരു അനുഭവങ്ങളുണ്ട്. ഏതെല്ലാമോ സംവിധായകർക്ക് വേണ്ടി, ഏതെല്ലാമോ എഴുത്തുകാർക്ക് വേണ്ടി അവരിങ്ങനെ കഥാപാത്രങ്ങളായി. അപ്പം ഉച്ചവരേക്ക് ഒരു കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ട് ഉച്ച കഴിഞ്ഞ് വേറൊരു കഥാപാത്രമൊക്കെ ആവുന്ന അത്ര തിരക്കുള്ള കാലം. ഇന്നിപ്പോൾ അങ്ങനെയല്ല, അവരൊരു പ്രോജക്റ്റ് തുടങ്ങിയാൽ അത് തീരുന്നവരെ അതിൻ്റെ ഒപ്പമൊക്കെ ആവും. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. എൻ്റെ ഓർമ്മയിൽ വളരെ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സിനിമയുടെ സെറ്റിൽ നിന്ന് ലാൽ സാർ നേരെ പോയി അഭിനയിച്ചത് സത്യനന്ദിക്കാട് സാറിൻ്റെ വേറൊരു സിനിമയിലാണ്. ഞാൻ സിനിമകളുടെ പേര് പറയുന്നില്ല. അപ്പോൾ രണ്ടിൻ്റെയും സ്വഭാവം അറിയാമല്ലോ ഞാനിത് പറയുമ്പോൾ തന്നെ. അപ്പോൾ അതൊക്കെ അത്രയും മാജിക് ഉണ്ടാക്കിയിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ കൂടെയുള്ള ഓരോ മൊമെൻറ്റും ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഞാൻ ലാൽ സാറിൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള രണ്ട് മൂന്ന് സിനിമകളാണ്. പ്രിയൻ സാറിൻ്റെ സിനിമകളാണ് കിളിച്ചുണ്ട മാമ്പഴവും ചന്ദ്രലേഖ. ഞാൻ സാറിൻ്റെ കൂട്ടത്തിൽ എഴുത്തു മുതൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആ സിനിമയിൽ പ്രിയൻ സാറിൻ്റെ എല്ലാ സിനിമകളിലും കൂടെ ഉണ്ടാവാറുള്ള മുരളി നാഗവള്ളി, മുരളിയേട്ടൻ ആ സിനിമയിൽ ഇല്ലായിരുന്നു, അസോസിയേറ്റ് ആയിട്ടില്ലായിരുന്നു. അദ്ദേഹം വേറൊരു പ്രോജക്റ്റിൻ്റെ പിന്നാലെയായിരുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോജക്റ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അസിസ്റ്റൻ്റ് ആയിരുന്ന ആൾക്കാർക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ സമയം എനിക്ക് സാറിൻ്റെ കൂടെ ചിലവഴിക്കാൻ പറ്റിയ അസിസ്റ്റൻ്റ് ആണ് ഞാൻ. അപ്പോൾ എഴുത്തു മുതൽ ഞാൻ കൂടെയുണ്ട്. ചന്ദ്രലേഖ എഴുതുമ്പോൾ മുതൽ കൂടെ, അതുകൊണ്ട് കിളിച്ചുണ്ട മാമ്പഴമൊക്കെ ആയിരിക്കും ചന്ദ്രലേഖ മുതൽ എല്ലാ സിനിമകളിലും എഴുത്തിന് കോപ്പി എടുക്കൽ എന്നത് മലയാളമായാലും ഹിന്ദി ആയാലും ഏത് ഭാഷയായാലും നമ്മളാണ് എഴുത്തിന് കൂടെ ഉണ്ടാവുക. അത് ആ ഫയലൊക്കെ ചെയ്ത് വെക്കുക. എനിക്കും പിന്നെ ഭയങ്കര ലിറ്റററി സംഭവങ്ങളോടുള്ള നമ്മുടെ താല്പര്യവും പിന്നെ സാറിനും എളുപ്പമാണ്. അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാവുന്ന ആൾ, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരാൾ എന്നൊക്കെ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. അങ്ങനെ അത് വർക്കായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് എനിക്ക് ഓർമ്മകളുള്ളത് മുഴുവൻ. പിന്നെ കിളിച്ചുണ്ട മാമ്പഴം സിനിമയെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ലെജൻഡുകളായിട്ടുള്ള തിലകൻ ചേട്ടനും ജഗദീഷ് ശ്രീകുമാറും ഒക്കെ ഉണ്ടായിരുന്ന സിനിമയാണത്. അപ്പോൾ ലാൽ സാർ മാത്രമല്ല, പിന്നെ സൗന്ദര്യ ഉണ്ടായിരുന്ന സിനിമയാണത്. പിന്നെ ഒരു യൂണിവേഴ്സ് ക്രിയേറ്റ്, നമ്മളിപ്പോൾ ഈ മൾട്ടിവേഴ്സിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു യൂണിവേഴ്സ് സൃഷ്ടിച്ചുകൊണ്ട് സിനിമ ഉണ്ടാക്കുന്ന ആളാണ് പ്രിയൻ സാർ. ഇപ്പം കേമാവൻ കൊമ്പത്ത് അങ്ങോട്ട് രാജസ്ഥാനി ടൈപ്പ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് നമുക്കാർക്കും മനസ്സിലാവാത്ത ഒരു ലാംഗ്വേജ് പറയുകയും സിനിമയ്ക്ക് ശേഷം ആ ഭാഷ ഏതാണെന്ന് അന്വേഷിച്ച് പോവുകയും അപ്പോൾ നമുക്ക് ആർക്കൊക്കെയോ മനസ്സിലാവുന്നത് കന്നഡമാണെന്ന് മനസ്സിലാവുകയും അപ്പോൾ ഒരു സിനിമ കഴിഞ്ഞും നമ്മൾ ആ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അന്ന് മുതൽ തുടങ്ങിയതാണ്. അപ്പോൾ അതൊക്കെയാണ് കിളിച്ചുണ്ട മാമ്പഴത്തെക്കുറിച്ചും ജനറലായിട്ട് പറയുമ്പോഴത്തെ എക്സ്പീരിയൻസ്. പിന്നെ അതിലെ എഴുത്ത്, ഒന്നാം കിളി പൊന്നാൻ കിളി വന്നാൻ കിളി മാവിന്മേൽ, ബി ആർ പ്രസാദിൻ്റെ കൂടുതൽ ആ പാട്ടുകൾ എഴുതുമ്പോൾ ഞാനായിരുന്നു സാറിൻ്റെ അസിസ്റ്റന്റ്. പ്രിയൻ സാറിൻ്റെ മലയാളം പടങ്ങളിലൊക്കെ സംഗീത സംവിധായകൻ്റെ ട്യൂണിന് വരികൾ എഴുതുന്നവർ ആരൊക്കെയാണോ ഗിരീഷേട്ടൻ്റെ കൂട്ടത്തിലും ബി ആർ പ്രസാദിൻ്റെ കൂട്ടത്തിലും ഒരു അസിസ്റ്റന്റ് ഇരിക്കണം. അതിന് ഭാഗ്യം കിട്ടിയ ആളാണ് ഞാൻ. അപ്പം എല്ലാ പടങ്ങളിലും, മേഘത്തിലും രാക്കിളിപ്പാട്ടിലും വെട്ടത്തിലും കിളിച്ചുണ്ടൻ മാമ്പഴത്തിലും ചന്ദ്രലേഖയിലും ഒക്കെ എഴുതിയതാരാണ് അവരുടെ ഒപ്പം ഇരിക്കാൻ ഭാഗ്യമുണ്ടായാൽ. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം എടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് പറയാം. പിന്നെ ഏറ്റവും ഭംഗിയായി, ഏറ്റവും ഇന്നും നമ്മളെ അസൂയപ്പെടുത്തുന്ന രീതിയിൽ പാട്ടുകൾ ചിത്രീകരിക്കുന്ന ആളാണ് പ്രിയൻ സാറ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് പ്രിയദർശൻ മോഹൻലാൽ, അവർ തമ്മിലൊരു കെമിസ്ട്രി എൻ്റെ അനുഭവത്തിൽ, എനിക്കറിയില്ല, തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്നേക്കാൾ കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയുന്ന ധാരാളം ആൾക്കാർ അവിടെ ഉണ്ട്. അവരെ മറന്നിട്ടില്ല ഞാൻ പറഞ്ഞത്. എൻ്റെ അനുഭവത്തിൽ എപ്പോഴും വേണ്ടത് ആ ഒരു, നമുക്ക് വേറെ വാക്കില്ല, ആ ഒരു കൊടുക്കൽ വാങ്ങൽ. ഒത്തിരി ഇൻസിഡൻസ് എനിക്ക് പറയാൻ പറ്റും, എണ്ണയാൽ തീരാത്ത അനുഭവങ്ങൾ. ഞാൻ മാറി നിന്ന് ഒബ്സർവ് ചെയ്തു. ഒരുപക്ഷെ പ്രിയൻ സാറും ലാൽ സാറും പോലും മറന്നു പോയിട്ടുണ്ടാവും. ഞാൻ കണ്ട ഒത്തിരി കഥകളുണ്ട്. അപ്പോൾ അതൊത്തിരി പറയാൻ പറ്റും എനിക്ക്. ഈവൻ ഹിന്ദി സിനിമകളൊക്കെ ചെയ്യുമ്പോഴും പ്രിയൻ സാർ ഒരു ആർട്ടിസ്റ്റിന് ഡയലോഗ് പറഞ്ഞു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ അക്ഷയ് കുമാറിനെ പോലെയും ജോൺ അബ്രഹാമിനെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് പ്രിയൻ സാർ ആക്ഷൻ അതിങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ പ്രിയൻ സാറിൻ്റെ ബോഡി ലാംഗ്വേജ് ചെറുതായിട്ടൊന്ന് ചെരിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യെസ്, ഹിന്ദി സിനിമയിലെ ഒരു കഥാപാത്രത്തിന് ഇങ്ങനെയാണ് പെർഫോം ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്തൊരു സംവിധായകൻ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരു ചെറിയ ചെരിവ് കാണും. ഇത് നമ്മൾ അറിയുന്നു എന്ന് പറയും, നമ്മളത് മനസ്സിലാക്കും, നമ്മൾ പുറകിൽ നിൽക്കണ്ടല്ലോ. അപ്പോൾ സാറൊരു ചിരിയിരിക്കും, രക്ഷയുണ്ട് എന്ന് പറയും. അതാണ് എനിക്ക് ഇപ്പം ബാക്കിയെല്ലാം എല്ലാവരും പറയുന്ന കൂട്ടത്തിൽ വേണമെങ്കിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന അതാണ്. ആ ഒരു കൊടുക്കൽ വാങ്ങൽ, ആ ഒരു ഇമോഷണൽ കണക്റ്റ് നമുക്കൊന്നും എനിക്ക് തോന്നുന്നില്ല ഇനി വേറെ ആർക്കെങ്കിലും ലോക സിനിമയിൽ അത്രയും ആഴത്തിലൊരു ബന്ധം ഉണ്ടാക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ശരിക്കും ആ ഹിറ്റുകളൊക്കെ ഉണ്ടായ സത്യത്തിൽ ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ടെങ്കിലും ഈ ഒരു കൊടുക്കൽ വാങ്ങലുണ്ടല്ലോ, പ്രിയ എന്നൊരു വിളിയുണ്ട്. ആ വിളിയിൽ ഒത്തിരി വിളിക്കൊത്തിരി അർത്ഥമുണ്ട് ഓരോ സമയങ്ങളിലും. ഇവൻ ഒരു ഷോർട്ടിൽ പെർഫോം ചെയ്യുമ്പോഴായാൽ പോലും അതൊക്കെ നമുക്ക് എന്താ പറയുക പറഞ്ഞു തുടങ്ങിയാൽ തീരില്ല. അതൊരു ഈ ആഫ്രിക്കൻ ബാലിൽ തട്ടത്ത് പിടിക്കുന്ന പോലെ പിടിച്ചങ്ങ് പോരും കുറേയേറെ.
ഇപ്പം ലാൽ സാറിൻ്റെ ഒരു കാര്യത്തിലേക്ക് തന്നെ ഇപ്പം നമ്മൾ സംസാരിച്ച് നിർത്തിയെന്ന് വരികയാണെങ്കിൽ പലർക്കും പല പൊളിറ്റിക്സ് ഉണ്ടാവും, ഓരോരുത്തർക്ക് അവനവൻ്റെ രാഷ്ട്രീയം ഉണ്ടാവും. ഇപ്പം ആർട്ടിസ്റ്റുകളാകുമ്പോൾ പ്രത്യേകിച്ചും ആൾക്കാർ അതിനെ വിമർശിക്കുന്ന രീതി പലപ്പോഴും ഡിഫറെൻറ്റാണ്. ഇപ്പോൾ ഈ ഓൺലൈനിൻ്റെ ഒരു അതിപ്രസരം കൂടി വരുമ്പോഴത്തേക്കും ആൾക്കാരിപ്പം വൈറൽ കണ്ടന്റ് വരിക, അതിന് കമൻറ്റ് ഇടുക, അല്ലെങ്കിൽ അതിന് ട്രോൾ ചെയ്യുക, ഈ പറഞ്ഞത് ഭയങ്കര ഒരു ട്രെൻഡ് സെറ്റേഴ്സ് ആയിട്ട് ഇങ്ങനെ ആർട്ടിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷനുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ വയനാട്ടിലെ ഇഷ്യൂ വന്നപ്പോൾ തന്നെ ലാലേട്ടൻ യൂണിഫോം ഇട്ട് പോയതിനെ ഇതാക്കിയവർ, അല്ലെങ്കിൽ ആളിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, സാറിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നേരെ തിരിച്ച് അതിന് ഉദ്ദേശിച്ച കാര്യത്തിൻ്റെ ഒരു ഇതല്ല, ആ ഫലമല്ല ആളുകളെ എടുക്കുന്നത്, മുഴുവൻ ആളുകളല്ല എങ്കിൽ കൂടി ജനറലൈസ് ചെയ്യുന്നല്ല, ഇത്തരത്തിലുള്ളൊരു ട്രെൻഡ് സെറ്റിംഗ് ഉണ്ടല്ലോ, ഇതിന് എങ്ങനെ സാറിൻ്റെ ടേക്ക് എങ്ങനെ ഇങ്ങനത്തെ വിഷയങ്ങളെക്കുറിച്ച്? ഞാൻ ഇതിനെ എടുക്കുന്നത് അൾട്ടിമേറ്റ്ലി ഇപ്പം വയനാട്ടിലെ സംഭവം ഇതിനെ ഓരോരുത്തരും ഓരോ രീതിയിലാണ് കാണുക. ഇത് എഫക്റ്റീവായിട്ട് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. എന്തൊക്കെ സംഭവിച്ചാലും അവിടെ നടക്കേണ്ടത് റീഹാബിലിറ്റേഷനാണ്, അവിടെ നടക്കേണ്ടത് അവർക്കൊരു താങ്ങാണ്. ഇപ്പോൾ ചിരിക്കുകയാണോ, അവിടുത്തെ കരച്ചിലൊക്കെ പോയി, കരയാൻ പോലും വയ്യാത്ത അവസ്ഥയിലാണ് അവരുള്ളത്. എനിക്കതിനെക്കുറിച്ച് പറയാൻ പോലും പറ്റുന്നില്ല. കാരണം ഞാൻ അതുപോലെ എൻ്റെ സുഹൃത്തുക്കൾ വഴിയൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ധാരാളം സുഹൃത്തുക്കൾ ആ പ്രദേശങ്ങളിലുണ്ട്. അപ്പം നമ്മൾ ഒട്ടും നിസ്സാരമായിട്ടല്ല അതിനെ കാണേണ്ടത്. അപ്പോൾ ഏതൊക്കെ ഒരാളൊരു ചെറുവിരൽ അനക്കി എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പോലും അതിനെ മാത്രം കണ്ടാവേ നമ്മൾ. ബാക്കി നടക്കുന്നതൊക്കെ നമ്മളൊക്കെ ഈ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരല്ലേ. നിറയെ അച്ഛനൊക്കെ പറയും, നിറയെ മാങ്ങയുള്ള മാവിൻ്റെ മാങ്ങ പല രീതിയിൽ ആൾക്കാർ പറിക്കുക. ചിലർ കൊഴി കെട്ടി എറിഞ്ഞു പറിക്കും, ചിലർ അതിൽ കയറി കൊമ്പൊടിച്ചിടും, ചിലർ ചോടോടെ വെട്ടും, ചിലർ അത് പഴുത്ത് താഴെ വീഴാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്തായാലും ആ ഫലമുള്ള മാവ് അവിടെ ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ലാൽ സാറിനെ പോലെ, അല്ലെങ്കിൽ ലാൽ സാറിനെ മാത്രമല്ല, അൾട്ടിമേറ്റ്ലി ഇവിടെ നടക്കേണ്ടത് എന്താണോ അത് സംഭവിക്കുക എന്നുള്ളതാണ്. ഞാൻ അതിലേക്കാണ് എൻ്റെ ഫോക്കസ്. അതിനിടയ്ക്ക് നടക്കുന്ന ഒരു ചർച്ചയ്ക്കും യാതൊരു പ്രാധാന്യമില്ല. നടന്നോ, അവിടെ ചെയ്യേണ്ടത് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ, എനിക്ക് പറ്റിയില്ലെങ്കിൽ മറ്റൊരാളത് ചെയ്തോ എന്നുള്ളത് മാത്രമാണ്. അതിലാണ് എൻ്റെ ഫോക്കസ്, അതിലാണ് നമ്മളൊക്കെ ഫോക്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ അവിടെ വേണ്ടത് ഇത്തരത്തിലുള്ള, ഇപ്പം എന്നോട് ചോദിച്ചാൽ എല്ലാവർക്കും പറയാവുന്നത് തന്നെ ഞാനും പറയാം, എനിക്ക് മൈക്ക് കിട്ടിയപ്പോൾ ഞാനും പറയാമെന്നുള്ളൂ. അവിടെ വേണ്ടത് ഹ്യൂമിലിറ്റി, മനുഷ്യൻ, മാനവികതയും മനുഷ്യരാണ് എന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പൊക്കെ പലപ്പോഴും, ഇതിനു മുമ്പ് നടന്നിട്ടുള്ള എല്ലാ പ്രകൃതിക്ഷോഭങ്ങളിലും നമ്മളെടുത്തിട്ടുള്ള നിലപാടുണ്ടല്ലോ, ഇതെല്ലാം മറന്നിട്ട് ഒരു വലിയൊരു ക്രൗഡ്, ഇതൊക്കെ പറയുമ്പോഴും അവിടെ ആ നമ്മളെടുത്തിട്ടുള്ള വലിയൊരു ശതമാനം, വലിയൊരു ബഹുഭൂരിപക്ഷം എടുത്തിട്ടുള്ള നിലപാടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ ഇരിക്കണേ. കൊറോണയും കോവിഡും നമ്മളൊക്കെ തീർന്നു പോകുന്നു വിചാരിച്ചല്ലേ. അപ്പം അൾട്ടിമേറ്റ്ലി സംഭവിച്ചത് ഇതൊക്കെ നടക്കുമ്പോഴും അവിടെ സംഭവിക്കേണ്ടത് സംഭവിക്കുന്നുണ്ട്. അതുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന് ഒരാളൊരു വേഷം കെട്ടി അല്ലെങ്കിൽ ഒരാളൊരു അങ്ങനെയൊന്നും അല്ല അതിനെ കാണേണ്ടത്. മിലിറ്ററി ഓപ്പറേഷൻസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ലാൽ സാറ് ലഫ്റ്റനൻറ്റ് കേണൽ എന്ന പദവിയിലുള്ള ആളാണ്. ഒരു ഇങ്ങനെയുള്ളവർ, നമ്മൾ സാധാരണക്കാരേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ളവർ ഏതെങ്കിലും തരത്തിലുള്ള മൂവ് നടത്തിയാൽ അതെല്ലാവരും ശ്രദ്ധിക്കും. അപ്പോൾ അത് പലർക്കും ഒരു ഇൻസ്പിറേഷനാവും, പ്രചോദനമാവും. അപ്പോൾ ഒരാൾ ചെല്ലേണ്ട അടുത്ത് ലാൽ സാറിനെ പോലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ 100 പേര് ചെല്ലും. വിശ്വശാന്തി എന്ന ഒരു 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 ചാരിറ്റി, ഒരു കൂട്ടായ്മ, ഒരു ഇത്ര പണം മാത്രമല്ല ഏതെല്ലാമോ രീതിയിൽ അവിടെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അത് ധാരാളം പേർക്ക് അത് എനിക്കും ചെയ്യണമെന്ന് തോന്നും എന്ന് പറയുന്ന ഒരു വളരെ പോസിറ്റീവായിട്ട് സാധനമുണ്ട്. ഞാൻ ആ പോസിറ്റീവ് പരിപാടിയുടെ കൂടെയാണ്. ബാക്കി ഒന്നും കേൾക്കാം, നമുക്ക് ചെറുതൊന്ന് ചിരിക്കാം. നമുക്ക് ശ്രീബുദ്ധനൊക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു ചിരി ചിരിച്ചാൽ മതി. ആ ചിരിയില്ലെങ്കിലും നമ്മുടെ സ്വതന്ത്രമായ ഒരു ചിരി ചിരിച്ചാൽ അതിനെ തള്ളിക്കളയാന്നുള്ളേ ഉള്ളൂ. അതിനുവേണ്ടി ഒരു സെക്കൻഡ് പോലും എനർജി കളയാൻ നമുക്കില്ല. എസ്പെഷ്യലി ഇനി വരാൻ പോകുന്ന വിപത്തുകളെ കുറിച്ച് കൂടിയുള്ള അലേർട്ട് ആവുന്നുണ്ട്. ഇപ്പം വയനാട്ടിൽ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ആ റീഹാബിലിറ്റേഷൻ കൂടാതെ അവിടെ തന്നെയാണോ അവിടെ ഇനി അതിനൊരു സ്മാരകമാക്കി മാറ്റുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ സർക്കാരും മറ്റ് സംഘടനകളും സന്നദ്ധ സംഘടനകൾ ചെയ്യേണ്ട രീതിയിൽ അതിൻ്റെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെ ഒബ്സർവ് ചെയ്യുകയും അതിനൊപ്പം നിൽക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് തന്നെ അറിയാമല്ലോ, ഇതൊക്കെ ലാൽ സാറിനെ വെച്ചുകൊണ്ടൊരു പരിപാടി പറഞ്ഞാൽ അത് കൂടുതൽ കയറി കാണും എന്ന് പറയുന്നൊരു വികാരം അതിൻ്റെ പുറകിലുള്ളത്. ഇതുപോലെ തന്നെ സിനിമകളുടെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഇന്നൊരു ആർട്ടിസ്റ്റ് നല്ല, ഇപ്പോൾ ലാൽ സാറിൻ്റെ അടക്കമുള്ള പല സിനിമകളെ ഇതേപോലെ നല്ലതാണെങ്കിലും നല്ലതല്ലെങ്കിലും അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. അവർക്ക് അത് ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് റിഫ്ലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം അതിനെ വിമർശിക്കുന്ന രീതി, അപ്പോൾ മൊത്തത്തിലുള്ള ഈ ക്രിറ്റിസിസത്തിൻ്റെ ലെവല് ഭയങ്കര ഒരു ലിമിറ്റ് കഴിഞ്ഞ് പോകുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഒരു ക്രിയേറ്റർ എന്നുള്ളൊരു ആസ്പെക്റ്റിൽ തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു ഫീൽ? ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ലിമിറ്റ് ഇങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലിമിറ്റ് അങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയും. ലിമിറ്റ് കഴിയുന്നത് നമുക്കറിയില്ല. നമ്മൾ അതിനെക്കുറിച്ച് ഞാൻ പറയുന്ന പോയിന്റ് എനിക്ക് മനസ്സിലായതാണ്, അല്ലെങ്കിൽ നമുക്കൊക്കെ മനസ്സിലാവുന്നതാണ്. മുൻപുള്ളതുപോലെ അല്ല. ഇന്നിപ്പോൾ എനിക്കൊരു
ഇപ്പോഴത്തെ മനുഷ്യർക്ക് എല്ലാവർക്കും ഒരു ഭാഷയുണ്ട്, അവർക്കുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള മീഡിയാസ് ഉണ്ട്. അപ്പോൾ അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന അവരവരുടെ അനുഭവങ്ങളും ഒക്കെ വെച്ചിട്ടാണ്. അപ്പോൾ അതിന് തടയിടാനോ അത് അരുതെന്ന് പറയാനൊന്നും നമുക്ക് പറ്റില്ല. നമ്മൾ അതിൽ നിന്ന് എന്ത് എടുക്കണം എന്ന് ആലോചിച്ചാൽ മതി. ഞാൻ പറയുന്നത് വിമർശനങ്ങളോടൊന്നും നമ്മൾ മുഖം മറിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ആരും വിമർശനാതീതരൊന്നുമല്ല. അതിപ്പോൾ ആരായാലും അത് തന്നെയല്ല, ആ ഒരു സ്പേസ് അവിടെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഈ പറയുന്ന എത്രയോ വിമർശനങ്ങളിൽ ചിലതൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് ഒട്ടും വിടാതെ എടുക്കേണ്ട വിമർശനങ്ങളുണ്ട്. അതുകൊണ്ട് അത് മൂടി വെക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ ജനാധിപത്യ രാജ്യമാണ്, എല്ലാവർക്കും അഭിപ്രായം പറയാം. അങ്ങനെ തന്നെ എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ നമ്മളുടെ ആരോഗ്യമൊക്കെ അതിനു വേണ്ടി ഒത്തിരി കാര്യങ്ങൾ എഫക്റ്റീവായിട്ട് ചെയ്യാനുണ്ട് നമുക്ക്. അപ്പം അതിനെ എടുക്കുക എന്നുള്ളത് തന്നെയല്ല. എവിടെയോ ഇരുന്ന് മുഖമില്ലാതെ ഒരാൾ പറയുമ്പോൾ അതിലെന്താ കാര്യമുള്ള, അവർക്ക് നേരിട്ട് നമ്മളോട് പറയാമല്ലോ. അപ്പോൾ അവരൊരു പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. പിന്നെ ഞാനതിനെ കാണുന്നത് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ നാട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളിൽ മനുഷ്യർ ഇടപെടുന്നു എന്നാണ്. ഇടപെടണം എന്നുള്ളതാണ്. ഇടപെടുവാണല്ലോ, നെഗറ്റീവായാലും പോസിറ്റീവായാലും അവരവരുടെ അഭിപ്രായങ്ങൾ പറയുന്നതിലൂടെ ഇടപെടുകയാണ് അവർ. തന്നെയല്ല, അവർ പറഞ്ഞ അഭിപ്രായങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരുടെ കമൻറ്റുകൾ അവർ ശ്രദ്ധിക്കുകയാണ്. ഇതിലൂടെയൊക്കെ അവർ സ്വയം ഒരു പഠനം നടത്തുകയും അവർ സ്വയം റീവാമ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു പ്രോസസ്സും കൂടെ നടക്കുന്നുണ്ട്. ഞാനതിനൊക്കെ പോസിറ്റീവായിട്ടാണ്. നമ്മുടെ മലയാളത്തിൻ്റെ എന്ന് പറഞ്ഞ് എടുത്ത് വെക്കാൻ ഒരു പടം വരികയാണ്, കത്തനാര്. അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഞങ്ങൾക്ക് തരണം പ്ലീസ്. ഒരു വാക്ക് പോലും പുറത്തു പറയാനുള്ള അനുവാദമില്ല. ഞങ്ങളെ ഞെട്ടിക്കോ കത്തനാര്?